ഹരിപ്പാട് നിയമസഭാ മണ്ഡലത്തിൽ എൻ.ഡി.എക്കെതിരെ വ്യാപകമായി വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് എൻ.ഡി.എ സ്ഥാനാർത്ഥി സന്ദീപ് വാചസ്പതി പറഞ്ഞു. നഗരസഭാ മുൻ കൗൺസിലർ ബി ബാബുരാജ് ഭാഗ്യക്കുറി വാങ്ങിയത് തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചുവെന്നും സന്ദീപ് വാചസ്പതി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഹരിപ്പാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ എൻ.ഡി.എക്കെതിരെ വ്യാപകമായി വ്യാജ പ്രചാരണം നടക്കുകയാണെന്ന് മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി സന്ദീപ് വാചസ്പതി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. എൻ.ഡി.എയുടെ പ്രചരണത്തിനിടെ നഗരസഭാ മുൻ കൗൺസിലർ ബി ബാബുരാജ് ഭാഗ്യക്കുറി വാങ്ങിയത് കഴിഞ്ഞ ദിവസം തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചു. കുമാരപുരം സ്വദേശിനിയായ തങ്കമ്മ ഭാഗ്യക്കുറി വിൽക്കുന്നതിനിടെയാണ് സ്ഥാനാർത്ഥി വോട്ട് തേടിയെത്തിയത്. ഈ സമയം ഒപ്പമുണ്ടായിരുന്ന ബി ബാബുരാജ് ഭാഗ്യക്കുറി വാങ്ങി പണം നൽകി. ഇതിന്റെ വീഡിയോ ദൃശ്യം വോട്ടിന് പണം നൽകുന്നു എന്ന പേരിൽ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുകയാണെന്ന് സന്ദീപ് വാചസ്പതി പറഞ്ഞു. ഭാഗ്യക്കുറി വിറ്റ തങ്കമ്മയും നഗരസഭാ മുൻ കൗൺസിലർ ബി ബാബുരാജും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ 2 ദിവസങ്ങളായി കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില ജനാധിപത്യ വിരുദ്ധമായ, മാനുഷിക വിരുദ്ധമായ ചില പരാമർശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നേറ്റത്തിൽ ഭയന്നിട്ടാകണം കുറെ ദിവസങ്ങളായി കോൺഗ്രസ് ക്യാമ്പ് വളരെ അസ്വസ്ഥമാണ്. സ്ഥലജല വിഭ്രമം സംഭവിച്ചതുപോലെയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാര് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് പല രീതിയിലുണ്ട്. അപ്പൊ ഇതൊക്കെ ഞങ്ങള് ആദ്യഘട്ടത്തിൽ ഇതിനെ അവഗണിച്ച് തള്ളാം എന്ന് തന്നെയാണ് തീരുമാനിച്ചത്. കാരണം ഞങ്ങളുടെ ശ്രദ്ധ ഇവിടെ ജയിക്കുക എന്നുള്ളതായതുകൊണ്ട് ഇതിനെയൊന്നും മൈൻഡ് ചെയ്യേണ്ടതില്ല എന്നായിരുന്നു തീരുമാനം. പക്ഷെ അത് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് വ്യക്തിഹത്യയിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ച, ഇത് ഭൂഷണമാണോ എന്ന് കോൺഗ്രസിന്റെ ഉന്നത നേതാവ് തീരുമാനിക്കണം. അദ്ദേഹം എത്രയോ തിരഞ്ഞെടുപ്പുകൾ നേരിട്ടിട്ടുള്ള ഒരാളാണ്. വിവിധ ജില്ലകളിൽ തിരഞ്ഞെടുപ്പുകൾ മത്സരിച്ചിട്ടുള്ള ഒരാളാണ്. 26-ാം വയസ്സ് മുതൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നയാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് എന്തിനാണ് ഇത്ര പരിഭ്രമമെന്ന് അറിയില്ല. അദ്ദേഹത്തിന് ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, ഹരിപ്പാട്ടെ ജനങ്ങളോട് വിശ്വാസമുണ്ട് എങ്കിൽ, താൻ ചെയ്ത പ്രവൃത്തി നന്മയുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം അവകാശപ്പെടുന്നത് പോലെ ഹരിപ്പാട് വലിയ വികസന വസന്തം വന്നിട്ടുണ്ട് എങ്കിൽ എന്തിനാണ് ഇത്ര ഭയക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി BJP വിവിധങ്ങളായ പ്രചരണ പരിപാടികളും മണ്ഡലത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് ഫിസിക്കലായുമുണ്ട്, ഓൺലൈനായുമുണ്ട്. എനിക്ക് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയോട് അഭ്യർത്ഥിക്കാനുള്ളത്, അങ്ങേക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്നതിൽ ഫാക്ച്വലായ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ മാന്യമായ രീതിയിൽ അത് ചൂണ്ടിക്കാണിക്കാം. ജനാധിപത്യപരമായ രീതിയിൽ നേർക്കുനേർ പോരാടണം. അല്ലാതെ സൈബർ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് വ്യക്തിഹത്യ നടത്തുന്നതിൽ നിന്നും ബഹുമാനപ്പെട്ട MLA പിന്മാറണമെന്നാണ് BJPക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങേക്ക് പണമുണ്ട്, അങ്ങേക്ക് സ്വാധീനമുണ്ട്, തുടർച്ചയായി ഇവിടെ വിജയിച്ചതിന്റെ ആത്മവിശ്വാസം അങ്ങേക്ക് ഉണ്ടാകാം. കേരളമെമ്പാടുമുള്ള സൈബർ ഗുണ്ടകൾ അങ്ങയുടെ ആരാധകരായിരിക്കാം. ഞാൻ മനസ്സിലാക്കുന്നത് വലിയൊരു സൈബർ ടീം തന്നെ ഹരിപ്പാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾ പണം മുടക്കി ചെയ്തോളൂ. പക്ഷേ അത് മാന്യതയുടെ അതിർവരമ്പുകളിൽ ലംഘിക്കരുത്. CD നെറ്റ് ന്യൂസ്, ഹരിപ്പാട്.